ഹായ് ഓൾ. നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് വീഡിയോ ആയാലും ഒരു ഷോർട്ട് വീഡിയോ ആയാലും വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ആ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം വീഡിയോയുടെ എഡിറ്റിംഗ്, ഈ കാര്യങ്ങളൊന്നും ഒരു വീഡിയോ കാണുന്ന വ്യക്തിക്ക് ആ വീഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കാണുന്ന ആ ഒരു വീഡിയോ അത് മാത്രമേ നമ്മൾ എൻജോയ് ചെയ്യാറുള്ളൂ. നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും അതെന്തൊരു വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും, വീഡിയോ എടുക്കുന്ന വ്യക്തി എപ്പോഴും അവർ ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കാറ്. ആ ഒരു വ്യൂസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. സാധാരണ നമ്മളിപ്പോൾ ഒരുപാട് ചാനൽസ് കാണാറുണ്ട്. എഡ്യൂക്കേഷൻ വീഡിയോസ് ഉണ്ട്, അല്ലാതെ മറ്റു പല കാര്യങ്ങൾ, കുക്കിംഗ് വീഡിയോസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്ന വീഡിയോസിൽ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്ന വീഡിയോസിനും ഒക്കെ പലപ്പോഴും വ്യൂസ് വളരെ കുറവാണ്. കുറച്ച് മുൻപ് വരെ നമ്മൾ ഷിംജിതയുടെ ആ ഒരു വീഡിയോ, ബസ്സിൽ നിന്നും ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ, അതായിരുന്നു എല്ലാവർക്കും കൂടുതലായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്ന് നോക്കിയാലും എന്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റിയിരുന്നത് അതായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഷിംജിതയെ പോലെ വന്ന് അഭിനയിച്ച് അതുപോലെ ബസ്സിൽ നിന്ന് തന്നെ ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ അടക്കം ചെയ്ത് ആളുകൾ വ്യൂസ് നേടാൻ നോക്കിയിട്ടുണ്ട്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും അന്നത്തെ ഉണ്ടായിട്ടുള്ള ആ സംഭവത്തിനെക്കുറിച്ച് ഓരോ വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും ഒക്കെ അവരുടെ ചാനലിന് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ആ വീഡിയോ ഒക്കെ നോക്കിയാലറിയാം, അതിനൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധയും അവരുടെ താല്പര്യങ്ങളും ഒക്കെ അതിലേക്കായിട്ട് മാറുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റീസിനെ കുറിച്ചുള്ള കാര്യം, മോട്ടിവേഷനായിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ ചീത്തയായി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ വളരെ മോശപ്പെട്ടതായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം. അപ്പോൾ ഈ ഒരു ചിന്താരീതി നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ രീതികളും, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദിനംപ്രതി കേൾക്കേണ്ടത്, കാണേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്കൊരു ചേഞ്ച് വരുള്ളൂ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈഫിലൊരു ഡെവലപ്മെൻറ്റ് വരുള്ളൂ. അല്ലാതെ എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൻ പറ്റില്ല. ചിലവർ കാണാറുണ്ട്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പല അപകടങ്ങളും നെഗറ്റീവായിട്ടുള്ള ന്യൂസും മാത്രം കണ്ടുകൊണ്ട് ആ ദിവസം തുടങ്ങുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മാറ്റേണ്ട ഒരു കാലമായി. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണാനും കേൾക്കാനും ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫിലും അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരും.